ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബട്ടർ കോഫിയാണ്. അതായത് ഇന്ന് ലോകമെമ്പാടും എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറ്റാണ് കീറ്റോജനിക് ഡയറ്റ്. അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബട്ടർ കോഫിയാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് 3 തരത്തിൽ നമുക്ക് ചെയ്യാം. ആദ്യത്തേത് നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ കോഫി ഉണ്ടാക്കുന്ന പോലെ 1 കപ്പ് വെള്ളം, നമ്മൾ ആവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് കോഫി പൗഡർ ആഡ് ചെയ്യാം. ഞാൻ നെസ്കഫേയുടെ കോഫി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കിരി ചേരാത്ത കോഫി പൗഡർ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ വെള്ളം ഇപ്പോൾ തിളച്ച് വന്ന് ഞാൻ 1 ടീസ്പൂൺ കോഫി പൗഡർ, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിക്കേഷൻ ഒന്ന് ഇറങ്ങിയ ശേഷം നമുക്ക് ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടിട്ട് കൊടുക്കേണ്ടത് ബട്ടറാണ്. അതായത് നോൺ സോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 20 ഗ്രാം ബട്ടറോളം നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ഡയറ്റിൻ്റെ ഒരു കണക്ക്. നമുക്ക് ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. സ്പീഡിലൊന്ന് കൈവിടാണ്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഇച്ചിരി ക്രീമി ആയിട്ട് വരും, കളറൊക്കെ ഒന്ന് മാറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു ബട്ടർ കോഫി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ കോഫിയാണിത്. അപ്പം നമുക്കിനി രണ്ടാമത്തെ ബട്ടർ കോഫി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ നമ്മളൊരു ടീസ്പൂണോളം കോഫി പൗഡറും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ബട്ടറും ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കോഫി പൗഡർ തിളപ്പിക്കുന്നില്ല, പകരം നമ്മൾ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലൊരു ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ നമുക്ക് ഈ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുന്ന സാധാരണ ചെറിയ ബീറ്ററുണ്ട്, അത് ഉപയോഗിച്ചിട്ടോ നമുക്കിന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റർ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ബട്ടറും ഈ ഒരു കോഫിയും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇതൊന്ന് പതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വെള്ളം ആറാതിരിക്കും, കുറച്ച് നമുക്കൊന്ന് ചൂടായിട്ട് കുടിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിട്ട ശേഷം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തതാണ്. ജസ്റ്റ് ഒരു 1 മിനിറ്റെല്ലാം ബീറ്റ് ചെയ്ത് നമുക്കിതൊന്ന് എടുക്കാം. അപ്പോൾ ഇത് നല്ല പതഞ്ഞ് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കാരണം നല്ലതായിട്ട് ക്രീമി ആയിട്ട് വരുമ്പോൾ ചെറിയൊരു മധുരമൊക്കെ ഫീൽ ചെയ്യും. ഇത് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബട്ടർ കോഫി റെഡി ആയി. നമുക്ക് മൂന്നാമത്തെ ബട്ടർ കോഫി എങ്ങനെ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു മിക്സർ ജാറാണ്, അതായത് ജ്യൂസിൻ്റെ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് 20 ഗ്രാം. ഇനി നമ്മളിതിലോട്ട് ആസ് യൂഷ്വൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ മിക്സിയുടെ ജാറ് ഫുൾ ക്ലോസ്ഡ് ആണെങ്കിൽ കൂടുതലും നിങ്ങൾ നോർമൽ വെള്ളം ഇച്ചിരി ആറിയിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം എൻ്റെ മിക്സിയുടെ ജാറിൻ്റെ അടപ്പിൻ്റെ മുകളിൽ ചെറിയൊരു അടപ്പും കൂടെ ഉണ്ട്, അതൊരു ഗ്യാപ്പുള്ള ഒരു അടപ്പുണ്ട്. അപ്പം എനിക്കത് തുറന്നിട്ട് ഇത് അടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ചെറിയ അടപ്പ് എനിക്ക് തുറക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് തുറന്നിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ചൂട് തങ്ങി നിന്നുള്ള പ്രഷർ കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരത്തില്ല. അപ്പം മിക്ക ജ്യൂസർ ജാറിനും ഇങ്ങനെ കാണും. അപ്പോൾ നിങ്ങൾ ജ്യൂസർ ജാറുണ്ട്, അതിലിങ്ങനെ അടിച്ചെടുക്കുക. അപ്പം നമ്മുടെ ബട്ടർ കോഫി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ അടിച്ചെടുക്കുന്ന ബട്ടർ കോഫിയാണ് ഇഷ്ടം, കാരണം ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരുപാട് ചൂടില്ല, അതേസമയം അത്യാവശ്യം ചൂടുമുണ്ട്, നല്ല ക്രീമിയാണ് കുടിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കീറ്റോജനിക് ഡയറ്റുകാർ ഫോളോ ചെയ്ത് വരുന്ന ബട്ടർ കോഫി. ഇത്രയേ ഉള്ളൂ, ഈസി, സിമ്പിളാണ്. അപ്പം ഇങ്ങനെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ബട്ടർ കോഫി ചെയ്ത് നോക്കുക. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വേറൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ.